ശബരിമലയിൽ വീണ്ടും 1 ലക്ഷം കടന്ന് ഭക്തരുടെ എണ്ണം. 1,05,738 തീർത്ഥാടകർ ഇന്നലെ 18-ാം പടി ചവിട്ടിയിട്ടുണ്ട്. അതേസമയം മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയിൽ ഭക്തരുടെ എണ്ണം കൂടി വരികയാണ്. അതുതന്നെയാണല്ലോ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിജിൻ, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ഇന്നലെ ദർശനം നടത്തി. കൃത്യമായി കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1,05,738 പേരാണ് ഇന്നലെ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഒരു നിര തന്നെ ഭക്തരുടെ നിര കാണാൻ സാധിക്കുന്നുണ്ട്. ദർശനം കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ വലിയൊരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഏതായാലും ഈ ഒരു കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡും കണക്കൂട്ടിയിരുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വലിയൊരു മുൻകരുതലുകൾ, പ്രത്യേകിച്ച് ഈ തിരക്ക് മായി ബന്ധപ്പെട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഒപ്പം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിക്കൂറുകൾ നീണ്ട ക്യൂ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, കൂടാതെ ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് ഭക്ഷണവും ബിസ്ക്കറ്റും വെള്ളവും എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാമി, മണിക്കൂറുകളായോ ക്യൂവിൽ നിൽക്കുന്നത്? ഇല്ലപ്പോൾ അത്ര വലിയതൊന്നും ആയിട്ടില്ല. ഒരു 3:30 പമ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ മരക്കൂട്ടം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല ഫ്രീ ആയിട്ട് തന്നെ വരാൻ കഴിഞ്ഞ്. മരക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് അവർ ചെറിയ തോതിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് തിരക്ക് നിയന്ത്രിക്കാനാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു തിക്കി തിരക്കിയിട്ടില്ല, ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആളെ ക്യാബിനായിട്ട് വിട്ടുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ എത്താൻ കഴിയും. പിന്നെ ഇനിയിപ്പോൾ ദർശനത്തിനും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് പിന്നെ ചെറിയൊരു സൗകര്യമുണ്ട്. പോലീസ് അയ്യപ്പനുള്ളതുകൊണ്ട് കുറച്ച് സൗകര്യത്തിൽ ഇവിടെ എത്തി. ഏതായാലും ഈ അയ്യപ്പന്മാർ പ്രതികരിച്ചതുപോലെ തന്നെ വലിയ തിരക്ക്, ഈ തിരക്കുണ്ടെങ്കിൽ പോലും വലിയ മണിക്കൂറുകൾ നീണ്ട ക്യൂ ഒന്നും നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു കാര്യം, അതൊരു ആശ്വാസം തന്നെയാണ്. ഏതായാലും ഇന്ന് ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുകയാണ്. ഈ മണ്ഡലപൂജ 27-ാം തീയതി മണ്ഡലപൂജ നടക്കുമ്പോൾ അന്ന് ചാർത്തുന്നതിന് വേണ്ടിയുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടും. 26-ാം തീയതിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. പിന്നീട് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കും. 27-ാം തീയതി രാവിലെ 10:10-നും 11:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഈ മണ്ഡലപൂജ, ഈ വർഷത്തെ മണ്ഡലപൂജ നടക്കുന്നത്. അതോടുകൂടി തന്നെ ഈ കാലഘട്ടത്തിന് സമാപ്തിയാവുകയാണ്. 27-ാം തീയതി വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ മണ്ഡലപൂജ പരിസമാപ്തി കുറിക്കുകയാണ്. പിന്നീട് 30-ാം തീയതി, ഡിസംബർ മാസം 30-ാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട വീണ്ടും തുറക്കുന്നത്. ലിജിൻ, ശരി. ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.